മണ്ടു മണ്ടു ഈ പെണ്ണിത് എവിടെ പോയി കിടക്കാത്? സത്യശീല സത്യശീല മണ്ടു എവിടെ ഈ കുരുത്തം കെട്ടൊച്ച പോയി കിടക്കണത്? ഒരാവശ്യത്തിന് മണ്ടു മണ്ടു സത്യശീല സത്യശീല ഇതാ വരുന്ന എന്താണ്? ഒരു മനുഷ്യൻ ചത്തപ്പെടെ അറിയോടാ? എന്ത്? എത്ര നേരം തൊട്ട പൊട്ടി കാറി വിളിക്കണോ? ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാ എന്താ കാര്യം? എന്താ? ഒരു ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിട്ട് എത്ര നേരമായി ഞാനിവിടെ അലറി വിളിച്ചോണ്ടിരിക്കണു. വെള്ളത്തിന്? അപ്പൊ 24 മണിക്കൂർ ഫോണിന്റെ മുമ്പിലാണ്. ഒരു മനുഷ്യൻ ചത്താലും അറിയില്ല. അതെ, ഇങ്ങനെ ഉറക്കം പറഞ്ഞിട്ട് കാര്യമില്ല, കേക്കില്ല. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കാറ് പൊളിക്കല്. എന്നിട്ടും ഇവിടെ ആളെ കിട്ടണില്ല. അപ്പൊ എന്തിനാ കാരണത്? എടാ വെള്ളം സമയത്തിന് കിട്ടണ്ടേ? മണ്ടു 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 അച്ഛനാ വിളിക്കുന്നു. അച്ഛൻ എന്താ അവിടെ തന്നെ നിൽക്കുള്ളൂ? ഇങ്ങോട്ട് വരാൻ. ഇങ്ങോട്ട് വരാനാ പറ. എന്താന്ന്? വെള്ളം വേണം. വെള്ളം വെള്ളം മേശപ്പുറത്തിരിക്കണ്ട്. വെള്ളം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഈ മേശപ്പുറത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ വെച്ചിട്ടുണ്ട് അച്ഛാന്നൊന്ന് പറഞ്ഞാ ഈ വെള്ളം എന്നോട് സംസാരിക്കോ? അപ്പൊ അത് പറഞ്ഞൂടെ നിനക്ക്? ഏട്ടാ വലിയ കുടല്, അതില് നിറച്ച് വെള്ളണ്ട്. കണ്ടോടാ, വലിയ കുടത്തിലുണ്ട്. വലിയ കുടത്തിൽ എന്തിനാടാ വെള്ളം? കുടിക്കാനാ? കുടിക്കാൻ എനിക്കൊരു കപ്പ് വെള്ളം പോലെ. മതി. ഈ കുടത്തിലെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ അത് ഇരിക്കാന്ന് എനിക്കറിയോ? ഇവർക്ക് എന്താ ഇവിടെ പണി? ഇവർക്ക് സമയത്തിന് വന്നിട്ടാ വെള്ളം എടുത്ത് തന്നെന്താ? അതെ, അച്ഛനൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്ക്. ഒരു കപ്പ് വെള്ളം വേണ്ടു. ഇങ്ങോട്ട് വന്നേക്കണ്. ഏട്ടാ കപ്പ് അതിന്റെ അടുത്ത് തന്നെ വെച്ചിണ്ട്. കപ്പ് അടുത്തുണ്ട്. കപ്പുണ്ട് അവിടെ. എടാ കപ്പുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാ താമസിക്കണമെങ്കിൽ ഞാൻ വെള്ളം എടുത്ത് കുടിക്കും. ഇത് നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലേ? നിങ്ങൾക്ക് എന്താ പണി? സമയത്തിന് വെള്ളം എടുത്ത് തന്നെന്താ? വെള്ളം ഞാൻ കൊണ്ടുവരാം. കൊടുക്കാന്ന് വെച്ചാൽ കുടിക്കോ? നീ കൊണ്ടുവരണ്ട, അവളോട് കൊണ്ടുവരാൻ പറ. നീ കൊണ്ടുവരണേ. പിന്നല്ലാണ്ട് ഇന്ന് മറ്റേ പ്രഷറിന്റെ ഗുളി കഴിച്ചിട്ടില്ല അല്ലേ? എടാ അത് കഴിക്കാൻ വേണ്ടിട്ടല്ലേ വെള്ളം ചോദിച്ചേ? പ്രഷറിന്റെ ഗുളി കഴിക്കാനാണ്. ഒരു ഗ്ലാസ് വെള്ളം വന്ന് എടുത്തു കൊടുത്തോളൂ നിനക്ക്. വെള്ളം എടുത്തു കൊടുക്കുന്നു. ഗുളി കഴിച്ചിട്ടില്ല. അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഇതൊന്നും കുടുംബത്ത് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ല. ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് അതിന്റെ ഒപ്പം ഇങ്ങനെ അഭിനയിക്കണേ. അച്ഛന് ഞാൻ ഇപ്പൊ വെള്ളം തരാം. ഏട്ടാ ഞാൻ ഇന്ന് ഈ പൂവൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്ത് ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ വരുമ്പോ. അയ്യേ, ഞാൻ അന്നേ പറഞ്ഞതാ പെണ്ണിനെ കെട്ടണ്ട. എന്ത് പനി കുഴപ്പം? എടാ ഈ നാടകം ബാലൊക്കെ കളിച്ച് നടക്കണം. കുട്ടികൾ വല്ല ട്രൂപ്പിലും പോയി കളിക്കണം. കുടുംബത്ത് വന്നു കയറിയ ഈ വക തെമ്മാരത്തിനൊന്നും പറ്റില്ല. എന്റെ അച്ഛ, ഇത് നാടകവും ഇതൊന്നുമല്ല. ഇത് മറ്റേ ഈ എന്താ റീൽസ് ആണ്. എടാ റീൽസ് പറഞ്ഞാൽ ഇത് നാട്ടുകാർ കാണില്ലേ? കാണുക ചെയ്യും. കാണും. കണ്ടു കഴിഞ്ഞിട്ട് കൈവിട്ട് പോയിട്ട് അവസാനം എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് പറഞ്ഞു നോക്കൊക്കെ ചെയ്തു. പറഞ്ഞത് കേക്കണ്ട. എടാ കേക്കണ്ടേ പറഞ്ഞാൽ രണ്ടങ്ങോട്ട് കൊടുക്കണം. എന്റെ അമ്മയൊക്കെ എന്റെ എത്ര വാങ്ങിയിരിക്കണു? അതൊന്നും ഇപ്പൊ നടക്കില്ല അച്ഛാ. ഇപ്പൊ അടി കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് ജയിലിൽ പോണ്ടി വരും. ഈ അവള് പറയണ കേട്ട് അവളുടെ പിന്നാലെ ഇങ്ങനെ നടന്നട. അപ്പൊ എങ്കോന്താ അച്ഛന് കൈവിട്ട് പോയിട്ട് അച്ഛൻ പറഞ്ഞതാന്ന് ഇങ്ങനെ ആയാലോ എന്ന് കുറച്ച് ദുഃഖിക്കാതിരുന്ന അണക്കല്ലേ? എന്തോ ഒരു ദിവസം വെള്ളം എടുക്കാത്ത താമസം അവിടെ വെച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല തോന്നുന്നുണ്ട്. നോണ പറഞ്ഞതാണേ. ഇപ്പൊ കെന്റി പോയി കോരനേ ഉണ്ടാവുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ പിറ്റേക്കൊക്കെ. മണ്ടോ അവിടെ അകത്തിരുന്ന് കലകളി കളിക്കണ്ടാവും. ഇപ്പൊ ഈ പോയോക്ക് വെള്ളം പിന്നാലെ പോയോക്ക് വെള്ളം കൊണ്ടിരുന്നാവും. കുടുംബത്ത് കയറ്റാൻ പറ്റാത്ത സാധനങ്ങള് ഇവിടെ യോഗം. പോയതോ അച്ഛൻ പറഞ്ഞോ? പാപ്പ നിങ്ങൾ എന്ത് പണിയാണ് പാപ്പ നിങ്ങൾ കാണിച്ചത്? എന്താണ്? അഷ്റഫിന്റെ പാപ്പ മരിച്ച ഫോട്ടോ ഗ്രൂപ്പിൽ വന്നപ്പോ അതിന്റെ താഴെ മോജി എന്താണ്? മരിച്ചതിൻ്റെതായ എന്താ? മരിച്ചത് കേൾക്കുമ്പോ മനുഷ്യന്മാർക്ക് സങ്കടം ഉണ്ടാവൂലേ? അപ്പൊ ഞാൻ ഒരു കരയണ മറ്റേ ചിഹ്നം കരയണ മോജി ഞങ്ങൾ ഇട്ട്. അത് ചിരിക്കണ മോജിയാണ് പാപ്പ. നിങ്ങൾ ശരിക്കും എടുത്ത് നോക്കി. നിങ്ങള് ഞാൻ ഇട്ടതോ? എന്ത് പറഞ്ഞ ഇട്ടതിന് ശേഷം ഇത് മാറുമോ? ചിരി വരുമോ? എന്തൊക്കെ കാണിക്കണം നിങ്ങളിത്? അതിന് പുറമെ നിങ്ങൾ വിക്ടറി എന്നുള്ള ബി എന്നുള്ള സാധനം ഇട്ടിക്കണ്, ലവിന്റെ ചിഹ്നം ഇട്ടിക്കണ്. ഇതൊക്കെ എന്തിനാണ് നിങ്ങൾ കാട്ടിക്കൂട്ടണത്? ഞാൻ നോക്കട്ടെ കട്ട് ചെയ്താ എന്താ ഈ പറയണ?
ഹാലാക്ക് ഇതിപ്പോ ഏത് ഗ്രൂപ്പിലൊക്കെ ഇട്ട് അയച്ചെന്ന് പെടുത്തല്ലോ. ഉണ്ണേട്ട പാവല്ല മോളെ, ഒരു മെസ്സേജും തിരിച്ചിരിക്ക് തന്നൂടെ എനക്ക്? എത്ര സമയം ഇതിന് ഞാൻ ഫോളോ ചെയ്യുന്നു. നീട്ട ചളിക്കല്ല ഞാൻ എത്ര കമന്റാ, ഒരു മനുഷ്യൻ കമന്റ് ചെയ്യുക. ഞാൻ നിനക്കിടുന്നു നിനക്ക് വേണ്ടി മാത്രം. നിന്റെ തല്ലിപ്പൊളി പാട്ടിന് എല്ലിട്ടില്ല ഉണ്ണേട്ട ഒരു മെസ്സേജ്. ചേട്ടാ തിരക്കാണല്ലോ ഇന്ന്. ആ നടക്കട്ടെ. എന്തുകൊണ്ട് ഒരു വിഷമം പോലെ? എന്താടാ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്ത്? ഈ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട കാമുകനെ തേടി വന്നു. ഓ, റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. എപ്പോഴും പത്രത്തിൽ ടിവിയിൽ ഇതല്ലടാ വാർത്ത. എന്താ ആരെങ്കിലും വന്നാ നിനക്ക്? ഈ പെണ്ണുങ്ങൾ എവിടെ ഇല്ലത്? എന്താ അങ്ങനെ ചോദിക്കണ? എടാ ഞാൻ എന്റെ സ്വന്തം അക്കൗണ്ട് ഇറക്കാം ഒരു 15 FB ഇറക്കാം. ഇനി ഒരു പെണ്ണ്, ഒറ്റ പെണ്ണ്, ഒരു മെസ്സേജ് ഉണ്ണേട്ടാ ഒന്ന് പോലില്ലടാ. എടാ അതിപ്പോ വെറുതെ അങ്ങാട് നീ എന്തേലും പറഞ്ഞ പെണ്ണുങ്ങൾ ഇങ്ങാട് മെസ്സേജ് ഇടൂല. അവരെ മനസ്സിലാക്കി, അവരുടെ മനസ്സ് മനസ്സിലാക്കി നമ്മൾ പ്രതികരിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മളോട് ഇഷ്ടം തോന്നണ. എടാ ഞാനേ മെസ്സഞ്ചറിൽ പോവും, എന്നിട്ട് ഒരു ഹായ് കൊടുക്കും. അപ്പൊ ഞരമ്പ് രോഗിന്ന്. എടാ ഞരമ്പുണ്ട് എനക്ക്, രോഗമില്ല. ഇങ്ങനെ പറയാം, നമ്മൾ ഈ രാത്രിയൊക്കെ 12 മണിക്കൊക്കെ ഈ പച്ച കത്തിക്കിടക്കണവര് ഉറങ്ങിയിട്ടില്ല എന്ന് കരുതിട്ട് നമ്മ മെസ്സേജ് വിടുവല്ല. അത് കൊടുത്താ എടാ ഞാൻ ഉറങ്ങില്ലടാ. ഏതെങ്കിലും ഒന്ന് വന്ന് പെണ്ണിട്ടുണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. എവിടെ എന്നൊന്ന് കാണിച്ച ആരെയാണ് നീ ചാറ്റ് ചെയ്യണമെന്ന് നോക്കണമല്ലോ. ഇവിടെ എനിക്ക് ഇൻസ്റ്റ ഉണ്ട്, FB ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, എല്ലാം സെർച്ച് ചെയ്യും ഞാൻ. ഇപ്പൊ ലാസ്റ്റ് ആരെയാണ് നീ ഇണക്കിയത് നോക്കണം. ലാസ്റ്റ് എന്താ ഒന്നുമില്ലടാ. മണ്ടു സത്യശീലിന്റെ വൈഫല്ലേ? അവള് എന്താണ്ടൊക്കെ കാണിക്കണ്ടല്ലോ എപ്പോഴും. റീൽസ് ഒക്കെ ഇടണ്ടല്ലോ. ഒന്ന് വെച്ചത് പ്ലേ ചെയ്ത് ഒന്ന് പ്ലേ ചെയ്യടാ, അത് കാണട്ടെ. നിന്നെ അറിയാൻ നിന്നോടലിയാൻ തിരയാൻ ഹിമശിലനീ തപശിലനീ തമസിൽ അടിപൊളിയായിട്ടുണ്ടല്ലോ. നീ ഇപ്പൊ ലൈക്ക് മാത്രമല്ലേ കൊടുത്തുള്ളൂ, പിന്നെന്തുകൊണ്ട്? അപ്പൊ അവര് മൈൻഡ് ചെയ്യില്ല. അത് കാണുന്നവരൊക്കെ കൊടുക്കുന്ന സാധനം. നീ ഒരു പണിയായി, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്. കൊടുക്കുന്നുണ്ടാ എഴുത് നീ, സൂപ്പർ എഴുത്. ആ ചെല്ലട്ടെ അങ്ങോട്ട്. ആ നോക്കിയിട്ടുണ്ടാ, നോക്കിയിട്ടുണ്ട് അവള്, നോക്കിയിട്ടുണ്ട്. കാര്യമില്ലടാ. ദേ വന്നടാ, ദേ വന്നല്ല, നോക്കടാ, ദേ ലവ് ചിഹ്നം വന്നേക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? വെറുതെ തമ്പൊന്നും ഇട്ടിട്ട് കാര്യമില്ല. നമ്മള് സംസാരിക്കണം അവരോട്, അപ്പോഴേ അടുപ്പം വരുള്ളൂ. ലവ് എടാ ഇത് ചില്ലറയല്ലട്ടാ, ഹൃദയം ഇങ്ങനെ തുടിക്കണണ്ട. കണ്ട ഇതാണെങ്കിട്ടുണ്ട്. നീയും വിട്, നീയും വിടടാ. കല്യാണം കഴിഞ്ഞാണ്. അതിലെന്താ, അതല്ലേ സൗകര്യം. ഏതാ കല്യാണം കഴിഞ്ഞവര് ഇതുമ്മയൊക്കെ തൂങ്ങുള്ളൂ. പുതിയ പിള്ളേരൊന്നും അങ്ങനെ തൂങ്ങൂല. എനക്ക് പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നീ ഒരു ലവ് അങ്ങോട്ട് വിട്ടേ, വിട്ടോന്ന് ചെല്ലട്ടെ അങ്ങോട്ട്. പോട്ടെ, പോരും നോക്കിക്കോ. അല്ല അവള് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? അതല്ലേ ഞാൻ പറഞ്ഞ. എടാ തമ്പ് മാത്രം ഇടരുത്, സംസാരിക്കണം അവരോട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. സംസാരിച്ചു. ഈ സത്യേട്ടൻ ഒരു പ്രശ്നമില്ല. സത്യേട്ടനൊന്നും പോരാ, ഒരു അസംതൃപ്തി ഉണ്ട്. പിന്നെ അവളെക്കാനെ 5-10 വയസ്സിന് മൂത്തതാണ് ഇയാള്. ഒരു മൊരടൻ. നീയാണ് പയ്യനല്ലേ. അപ്പൊ നീ ഇനി ഒരു കാര്യം കൂടി നീ ചെയ്യണം. ഇവളെപ്പ റീലിട്ടാലും സൂപ്പർന്ന് എഴുതിയിട്ട് ലവ് ചിഹ്നം അങ്ങാട് ഇടണം. എല്ലാ റീലിനും എല്ലാ സമയത്തും തിരിച്ച് ഇങ്ങാട് ലവ് ചിഹ്നോണ് വരണമെങ്കിൽ നീ ഉറപ്പിച്ചോ, മണ്ടു നിനക്കുള്ളതാണ്.
ഞാൻ ഇടക്കിടക്ക് ഇട്ടോളാം. കുഞ്ഞിമോനെ ഇത് ചെറിയ കളിയല്ലട്ടാ, ഇത് ചെറിയ കളിയല്ല. ആരോടും അവൾ അങ്ങനെ ചെയ്യാത്ത ആളാണ്. അപ്പൊ നീ അത് കൃത്യമായിട്ട് മെസ്സേജ് മാത്രമല്ല നേരിട്ട് കണ്ട് സംസാരിക്കാനും നീ ശ്രമിക്കണം. എന്റെ പൊന്നു നല്ല കഴിവുള്ളവളാണ് അവള്. ആയിക്കോട്ടെ, നേരിട്ട് കാണാം. നേരിട്ട് കണ്ട് സംസാരിച്ചോ, മെസ്സേജും വിട്ടോ, ഒരു കുഴപ്പമില്ല. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. കരളിലെ കള്ളൻ നീയല്ലേ. പിണങ്ങാൻ എന്താണ് എന്താണ് എന്താണ്, മയങ്ങാൻ എന്താണ് എന്താണ് എന്താണ്. എന്റെ എല്ലാം എല്ലാം അല്ലേ, എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ. നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ, നിന്റെ മാറിലെ മായാ ചന്ദനപ്പൊട്ടെനിക്കല്ലേ എനിക്കല്ലേ. എന്തേ? പോവാ? എങ്ങോട്ട് പോവാ? എന്താ അവിടെ നിൽക്കണ? അകത്തേക്ക് വാ. പോവാണോ? എങ്ങോട്ട് പോവാ? പോവാണോ? ശരിയേ. ജോലിക്ക് പോവാ? ഉണ്ണി. ഉണ്ണിയല്ലേ? അതൊക്കെ മനസ്സിലായി. എന്താണ് എന്താണ്? ആരാടാ അത്? അതാരാ ഗേറ്റിന്റെ അവിടെ? അതാരെങ്കിലും വഴി കൂടെ പോണവരല്ലേ? എടാ, പെണ്ണായിട്ട് കുറെ നേരമായിട്ട് കുറുകിക്കൊണ്ടിരിക്കടാ. ആരാത്? എന്റെ പെണ്ണിനെ പറഞ്ഞാൽ മതിയോ? വേണ്ടാത്ത പണിക്ക് നിക്കണ്ട പറഞ്ഞല്ലേ? എന്ത് വർത്തനം? അവന്റെ പോങ്ങ തൂക്കടാ, തൂക്കി. അയ്യയ്യയ്യേ, ഇങ്ങനൊരു പോങ്ങൻ. വേഗം എടുക്കണ്ട, പോവാ. ബാഗില്ലേ? ബാഗ് വേണോ? അതാണോ വന്നേ? എന്താണ്? എന്തിനാ വന്നത്? ഇത് മറ്റേ ഉണ്ണിയല്ലേ? പോയി പിടിക്കടാ. സത്യ എന്താ എന്താ ഓർഡർ? എന്താ അറിയില്ല. ആരാടിയത്? ആരാതെന്ന്? ഇവിടെ നിന്ന് സ്ഥലം കഴിഞ്ഞിട്ടാണോ റോഡ് സൈഡിൽ നിന്നുള്ള എന്റെ കഥകളി? കേറി വഴികള്. എന്താ എന്റെ ഉദ്ദേശം? എന്താ? ഈ വഴിയിൽ പോണവരോടൊക്കെ സംസാരിക്കാൻ നീ ആരാവൻ? അതുണ്ണി. അപ്പൊ അവന്റെ പേരും അറിയോ എനിക്ക്? അത് ഇവിടെ ഇവിടെ ഉള്ളതല്ലേ? എടി, ഈ വീട്ടിന്റെ അകത്ത് ഇരിക്കണം നീ എങ്ങനെ ഈ അവിടെ ഇവിടെ ഉള്ളവരെ അറിയണേ? അല്ല, എന്തിനിപ്പ ഏട്ട ഓടിയത്? അവനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ. മണ്ടോദരുടെ അടുത്ത് എന്തോ അങ്ങനെ ചോദിച്ചു നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ അവളോടും ചോദിച്ചു എന്താന്ന്. അപ്പൊ അവളൊന്നും പറഞ്ഞില്ല. എന്നോട് കണ്ടപ്പോ നേരെ ഓടി. അതെന്താന്ന് മനസ്സിലായില്ല. അപ്പൊ അതുവരെ എത്തിപ്പോ കാര്യങ്ങള്. അല്ല സത്യ, ഇക്ക എന്നോടൊരു കാര്യം പറയാനുണ്ട്.
കല്യാണം കഴിഞ്ഞിട്ട് കുടുംബത്തെ അടങ്ങി ഒതുങ്ങി കഴിയേണ്ട പെണ്ണുങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കാൻ ഓരോന്ന്. അവിടെ നിൽക്ക് അങ്ങോട്ട് വരട്ടെ, രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് പോയാ മതി. ഞാനിപ്പോ ഈ ഇതില് ഈ വാട്സപ്പില് ഞാനിങ്ങനെ എപ്പോഴും കുത്തിരിക്കലുണ്ട്. ഓരോന്നൊക്കെ നോക്കിയിട്ട് ആൾക്കാർക്ക് ഇപ്പോ ഈ ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് ഒക്കെ അയക്കലുണ്ടല്ലോ. അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇന്നലെ രാത്രിയില് ഇത് അയക്കണ സമയത്ത് മണ്ടോതിരിയുടെ പീഡിയയില് ലേറ്റ് എത്തി കിടക്കണ്ട്. അല്ല എന്ന് പറഞ്ഞാല് ഓളുടെ വാട്സപ്പില് ഇങ്ങനെ ഉണ്ട്, ഓളുണ്ട് നിനക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഒരു സന്തോഷത്തിന് എന്റെ ഒരു മര്യാദക്ക് ഞാനൊരു ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ച്. അപ്പൊ ഞാൻ ഈ ഗുഡ് നൈറ്റ് അങ്ങോട്ട് അയച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരെ എടുത്തില്ല, ഉടനെ ഉണ്ട് ഓള് എനിക്ക് ഇങ്ങട് മറ്റേ സാധനം ഇങ്ങോട്ട് അയച്ച്. മറ്റേ ഇതുണ്ടല്ലോ ഈ പ്രേമത്തി മൊഹബത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, ഈ ആലിലെ മരത്ത് ഇങ്ങനെ ഇങ്ങനെ ആവണ ഒരു സാധനല്ലോടോ ചുമന്നിട്ട്, അതുണ്ട് എനിക്ക് അയച്ചേക്കണേ. ഈ ഒന്ന് ആലോചിച്ചോക്ക്, സത്യ സംഗതിക്ക് സൗന്ദര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാന് ചെറുപ്പന്മാർക്ക് തന്നെയാണ്, പക്ഷെ 10-25 വയസ്സായ ഒരാളല്ലേ ഞാന്. എനിക്കുള്ളത് അങ്ങനെ അയക്കാ പറഞ്ഞ ആർക്കൊക്കെ ഇപ്പൊ ഇത് അയക്കുണ്ടാവും. അല്ല ഞാൻ എന്നോട് വിഷമിക്കാൻ പറയല്ല, അത് ശ്രദ്ധിക്കണം. ഞാൻ അത് പറയണ്ട വിചാരിച്ചാണ്. അപ്പോഴാണ് ഇപ്പൊ ഗേറ്റിന്റെ അവിടുന്ന് ഓന്റെ ഓട്ടം. ഇത് കണ്ട പിന്നെ എനിക്ക് എന്റെ അടുത്തേക്ക് പറയാണ്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അതൊന്നും നിയന്ത്രിക്കണം. ഓളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യണ്ട. ഇല്ല ഈ ഗേറ്റിന്റെ അവിടെ ഇനി ആൾക്കാർ കൂടും. ഇതൊന്നും നമ്മുടെ കുടുംബത്തിക്ക് ചേർന്നല്ല. അങ്ങനെ പല ജാതി ആൾക്കാരുണ്ടാവും, അത് നമ്മുടെ കുടുംബത്ത് വേണ്ട. നമ്മുടെ കുടുംബത്തിന്റെ മാന്യതക്കും മര്യാദക്കും അനുസരിച്ച് ഇല്ല, കിട്ടിയില്ലേ? അപ്പൊ നീ എന്തിനു പോയതാ? എന്താടാ ഒരാളെ പിടിക്കാഞ്ഞ്? എന്താ വിഷയം? അത് മൊയ്തൂക്ക, നമ്മുടെ സത്യശീലന്റെ വൈഫ് ഉണ്ടല്ലോ മണ്ടോദരി, അവര് ഇൻസ്റ്റാഗ്രാമില് റീൽസും അതും ഇതൊക്കെ ചെയ്യണല്ല, ഒരുപാട് ആളുകൾ കാണാറുണ്ട്. അപ്പൊ ഇവൻ അതിന് ലൈക്ക് ചെയ്യാറുണ്ട് എപ്പോഴും, ഇവരുടെ പ്രോഗ്രാം കണ്ടിട്ടെ. അപ്പൊ ഒരു ദിവസം മെസ്സേജ് വിട്ടപ്പോ ഇവന് ലവ് ചിഹ്നം വിട്ടേക്കണം. അങ്ങാടും ഇങ്ങാടും ഒക്കെ ചിഹ്നം വിട്ട് കളിക്കലുണ്ട്. ഇപ്പൊ ഇവര് ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് ഇവൻ വീട്ടിൽ ചെന്നാണ് അവളുടെ. അപ്പൊ സത്യശീലം കണ്ട് ഇവന് ഓടിച്ചിട്ടെന്ന് പറഞ്ഞ ആ വഴി വന്നതാണ്. എന്നിട്ട് ഉപദേശം തേടാൻ വന്ന എന്റെ അടുത്താ. എന്തിനാണ് പ്യാരേജ് ഇങ്ങനെ നശിപ്പിക്കുന്ന ചെക്കന്മാരെ? അതെന്ത് വർത്താനം? വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണോ? ഇയ്യോ നശി, ബാക്കിയുള്ളവർ നശിപ്പിക്കാൻ നിൽക്കണം. വേണ്ടാത്ത കാര്യമല്ല, അവളാണ് ഇവന് ഇഷ്ടമാണെന്ന് പറഞ്ഞത്. മാനം മര്യാദയായിട്ട് സത്യശീലിന്റെ കൂടെ ജീവിക്കുന്ന പെണ്ണാണ്. സത്യശീലിനോട് അവൾക്ക് അസംതൃപ്തി ഉണ്ടെന്ന്. അയാൾ മര്യാദ ഊളെ താടിയും വെച്ച് പണിക്കും പോകൂല, ഒടുക്കത്തെ ബുക്ക് വായനയും അങ്ങനെയൊക്കെ സഹിക്കാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക്. ഇവനെ പോലത്തെ യോയോകളുടെ അടുത്ത് ഇഷ്ടം തോന്നുന്നു, അതിനെന്താ തെറ്റ്? ഇങ്ങോട്ട് മാറിക്കൂട്, ഞാൻ കേട്ട് പഠിക്കണ്ടവരൊന്ന് നീ വിളിക്കാണ്. അവളെ കൂടി കൂടിയപ്പോ ഇവനൊരു മെന വെച്ച് അതൊന്നും നോക്കും. ഇങ്ങനെയാണ് ഇവൻ നടന്നേച്ചത്. എന്താ കുറ്റം പറയണം? നമ്മൾ ഇത്രയും കൊല്ലം പീഡിയത്തിലിരുന്നിട്ട് ഒരു ലവും ഇല്ല, ചിഹ്നവും ഇല്ല. അത് വേറെ ഏതെങ്കിലും പീഡിയത്തിൽ ഇവിടുന്ന് മാറ്റിക്കൂടാ. നിങ്ങൾ പീഡിയ നിർത്തുന്നു, ഇവിടെ വേറെ ആളുകൾ നടത്താനുണ്ട്. അതിന് നമ്മൾ നിർത്തണത് നമ്മൾ കുറെ കാലമായിട്ട് വാപ്പയുടെ കാലത്ത് നടക്കാൻ തുടങ്ങിയത്. വാപ്പയുടെ കാലം തൊട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ഇന്നുവരെ ഈ ഭാഷ വാപ്പ പറഞ്ഞിട്ടില്ല. ആ വാപ്പനെ പറഞ്ഞാൽ മതി എന്നൊക്കെ. വന്നിരിക്കുന്നുണ്ട് അല്ലേ? ഇപ്പോഴും ഇവിടെ ഇരിപ്പന്നെ പറഞ്ഞിട്ടുള്ളൂ. വാപ്പുള്ള കാലത്തെ നമ്മുടെ കുത്തിരിക്കല് കണ്ട് ഇനിയിപ്പോ അവന്റെ വേര് നേരെ ഓടിയിട്ടുണ്ടാവും. അതെ, എന്നോടൊരു കാര്യം ചോദിക്കാണ്ട്. ഇജേ നമ്മുടെ സത്യശീലന്റെ കയറ്റിന്റെ അവിടുന്ന് ഓടി പോണുണ്ടല്ലോ. സത്യശീലം ഓടുന്ന ഞാനും കണ്ടേ. അല്ല എന്തൊക്കെ ഇപ്പൊ ഓരോ കണ്ടപ്പോ ഓടാനുള്ള കാരണം എന്താ ചോദിച്ചാല്, അത് പോയിക്ക ഈ ഉണ്ണിയും സത്യശീലിന്റെ ഭാര്യ മണ്ടും തമ്മിൽ ചെറിയൊരു കൊളാബറേഷൻ ഉണ്ട്. എന്ത് ചെറിയ കൊളാബറേഷൻ? അല്ല അതെ, ഒരു വർത്താനം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. മാന്യായിട്ട് ജീവിക്കണ ഒരു കുടുംബമാണ് ആ സത്യശീലനൊക്കെ മാന്യനായിട്ട്. അപ്പൊ പറഞ്ഞ് നാക്കടത്തിലുള്ള വാപ്പ മാന്യമര്യാദയായിട്ട് ജീവിക്കുന്ന കുടുംബമാണ്. അതെ, എനിക്കിപ്പോ എന്താ മൊബൈലില് മറ്റേ ചിഹ്നം വന്ന അതൊക്കെ വരും. അതെ,
മാന്യമായിട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. ആ സുഗതനൊക്കെ കാലങ്ങളായിട്ട് അറിയുന്ന ഒരാളാണ്. അണ്ട ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാനും അവനോട് പറയണായിരുന്നു ആവശ്യമില്ലാത്ത പണി കേൾക്കണ്ട, ഒഴിവാക്കിക്കോന്ന്. അതെ, എനക്കും ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണല്ലോ. എന്താ ഇഷ്ടമാണ്? വയസ്സിന് മൂത്തോരാ പറഞ്ഞത്, ആ കേട്ടാൽ ഞങ്ങൾക്ക് തന്നതാ. എന്താ ഓനക്ക് ഇഷ്ടമാണ് ഇത്ര ബന്ധോടത്തുള്ള ഒരു പെണ്ണിനെ. ഓനക്ക് അങ്ങനെ എന്താ എനിക്ക് ഇഷ്ടം? എന്താ ജിലേബിയോ? ഇത് അതൊരു കുടുംബിനിയാണ്. അത് മനസ്സിലാക്കിക്കോ. എനിക്ക് കുടുംബം വേണ്ടേ? അനക്ക് കുടുംബം അതെ എന്തിനാ ഓടിയത്? ഞാൻ നിങ്ങളെ കണ്ടപ്പോ ഓടിയത്. എന്നെ കണ്ടപ്പോ എന്തിനാണ് നീ ഓടിയത്? നിങ്ങളെ ഞാൻ പ്രതീക്ഷിക്കാണ്ട് നടക്കട്ടല്ലോ. എന്റെ ഭാര്യ നീ തമ്മിലുള്ള ബന്ധം എന്താ? അതെ സത്യത്താ. ഇപ്പം പറയട്ടെ. എന്റെ ഭാര്യ നീ തമ്മിലുള്ള ബന്ധം എന്താ പറ. പിന്നെ ഓള് ലവിന്റെ ചിഹ്നൊക്കെ അയക്കൽ. ആ നീ ലൗസിൽ അങ്ങോട്ട് അയക്കലില്ലേ? ഞാൻ അങ്ങോട്ട് അയക്കൽ. അയക്കലില്ലേ? ഓളാ ഇങ്ങോട്ട് അയക്കൽ. ഒന്നും പറ്റൂല. അത് എന്റെ വീടാണ്. ഇവിടെ വന്നിട്ട് അടിച്ച് വല്ലതൊക്കെ പറ്റി കഴിഞ്ഞാൽ അതിന്റെ അടങ്ങറ് പോയി വെക്കാണ്. ഇതൊരു കാര്യം ചെയ്യും, അനക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കും. ഈ പരാതി കൊടുത്തോ അവര് തീർപ്പ് ഏൽപ്പിച്ചോളൂ. എനിക്ക് പരാതിയില്ല. ഇനിയില്ല, ഇനി പ്രശ്നമൊന്നുമില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞോളാം. വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സുഹൃത്തെ, നിങ്ങൾ തന്ന പരാതിയെ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ ഞങ്ങൾ ഒരു സ്റ്റേഷനിൽ വിളിച്ച് നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ അത് ഇങ്ങോട്ട് പോരും. ആ പെട്ടെന്ന് പോരും. സാറേ, ഞങ്ങളെ കാര്യം ഒന്ന് വേഗം തീരുമാനിക്കണല്ല. കോടതിയിൽ ഹാജരാക്കുന്ന കോടതിയിൽ ഹാജരായിക്കോ പറഞ്ഞാൽ കോടതിക്ക് മനസ്സിലാവും ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചാണ്. എന്താ എത്ര തിടുക്കം? ഞങ്ങൾക്ക് ഹണിമൂണിന് പോകണം സാറേ, കുണു മനാലി. അതെ, പെങ്കൊച്ചിന്റെ വീട്ടുകാരൊരു പരാതി വന്നിട്ടുണ്ട്, അതിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ആ വീട്ടുകാരൊന്ന് വന്നോട്ടെ, വന്നിട്ട് ഈ കൊച്ച് അവരുടെ മുമ്പ് പറയട്ടെ സ്വന്തം ഇഷ്ടത്തിൽ വന്നതാണെന്നുള്ളത്. ഇനി അതെല്ലാം തട്ടിക്കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ വിടേണ്ടി വരും, നിങ്ങളകത്ത് ഇടേണ്ടി വരും. അല്ല ഞങ്ങൾ അതെ, നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതെല്ലാം ഓക്കെ. ആ വീട്ടുകാർ വരണവരെ ഒന്ന് ക്ഷമിച്ചേ പറ്റുള്ളൂ കേട്ടോ. എന്താ പേര് കൊച്ചിന്റെ? അശ്വതി അച്ചു. ഞാൻ കൊച്ചിന്റെ അടുത്തല്ലേ ചോദിച്ചേ, അത് വർത്താനം പറയില്ലേ? എന്താ പേര്? അശ്വതി. ആ, അശ്വതി അച്ചു എന്നാണ് എല്ലാരും വിളിക്കുന്നു. ആരെല്ലാരും? ഓൺലൈനിൽ എല്ലാരും വിളിക്കുന്നു അശ്വതി അച്ചു. കൊച്ചു എത്ര വയസ്സായി? 20. എന്ത് ചെയ്യുന്നു? BBA പഠിക്കുന്നു. അതെ, ഞാൻ പറയുന്നോണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്കും കൊച്ചിന്റെ പ്രായത്തിലുള്ളൊരു മോളുണ്ട്. അതുകൊണ്ട് പറയാ, എന്ത് കണ്ടിട്ടാണ് ഈ അപ്പാപ്പന്റെ കൂടെയൊക്കെ ഇറങ്ങി തിരിച്ചങ്ങോളെ? എന്താ നിങ്ങൾ കണ്ടേക്കണ അയാള്? സാറിന് അറിയോ ഏട്ടായി എന്നെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്? ആര്? ഏട്ടായി. ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഏട്ടായിന്റെ കൂടെ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഈ പുള്ളി എന്തുറപ്പാണ് കൊച്ചു എന്തെങ്കിലും സംരക്ഷിക്കുന്നു? എന്നെ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട്. എങ്ങനെ? നല്ല മെസ്സേജുകൾ അയക്കുന്നത്. എത്ര നാളായിട്ട് അയക്കുന്നത്? 1 വർഷമായിട്ട്. നിങ്ങള് ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാ? ആദ്യമായിട്ട് ഇപ്പോഴാ കാണുന്നേ. ഇന്നോ? ഈ കല്യാണ ദിവസം? അതെ. സാറേ, കലിപ്പൻ, കാന്താരി, ബുള്ളറ്റ്, റൈഡിങ്, ഏട്ടായി, കെയറിങ്, ഇതൊക്കെയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ വരയ്ക്കണത്. ഇതിൽ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇല്ല, ഇപ്പൊ ആ പുറത്തേക്ക് അവരെയും വിളിക്കാം, ആരും വിളിക്കാം. അതല്ല,
അതെ, ഒരു കാര്യം ചെയ്യും. ആ കൊച്ചിന്റെ വീട്ടുകാർ വരണം വരെ ഏട്ടായി ഒന്ന് ഇവിടെ ഇരിക്കും. അച്ചുട്ടിയാണ്ടിരിക്കാം. ഓരാ ആ കൊണ്ടുവാ ആ അപ്പോ മണ്ടോദരി ഇട്ട റീൽസിന് ഈ നിൽക്കുന്ന മഹാൻ സൂപ്പറാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കണ്ട മണ്ടോദരി തിരിച്ചൊരു ലവ് ചിഹ്നം അയച്ചു. സാർ ഞാൻ ലൈക്ക് അടിച്ചു. അതെ അതെ, അത് കണ്ട് വീണ്ടും ഈ മഹാൻ തിരിച്ചൊരു ലവ് ചിഹ്നം അയച്ചു. അതാണ് പ്രശ്നം. ഹലോ, എന്താണ്? ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലേ? സത്യശീല, അതായത് ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ സ്റ്റിക്കറുകൾ, ഈ ഇമോജികള്, അതിലെല്ലാം ഓരോ അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതിലാണ് അതിന്റെ കാര്യം. ഒരാൾ അയക്കുന്നതും അത് സ്വീകരിക്കുന്ന ആളും അത് ചിന്തിക്കുന്ന രീതികളും ആ തലങ്ങളുണ്ടല്ലോ, അവിടെയാണ് പ്രശ്നം. ഇപ്പോ മണ്ടോദരി ഒരു ലവ് ചിഹ്നം അങ്ങോട്ട് അയച്ചു, അത് ഓക്കെ, സന്തോഷം എന്നുള്ള ഇതിൽ അങ്ങോട്ട് അയച്ചതാണ്. പക്ഷെ ഈ നിൽക്കുന്ന വായു നോക്കി അതിന് തെറ്റിദ്ധരിച്ച് അവനോട് സ്നേഹമാണ്, ഇഷ്ടമാണെന്നുള്ളതിൽ തിരിച്ചു വീണ്ടും ഒരു ലവ് ചിഹ്നം ഇങ്ങോട്ട് അയച്ചു. അവിടെയാണ് പ്രശ്നം. അതാണ് സാർ ഞാൻ ചോദ്യം ചെയ്തത്. അതാണ് ഞാൻ ചെയ്തൊരു തെറ്റ്. ഓക്കെ, അത് ഈ കുടുംബത്തിലേക്ക് വേറെ ആരെങ്കിലും ഈ വലിഞ്ഞു കയറിയിട്ട് വരുന്നതുണ്ടല്ലോ, അതൊന്ന് തടയിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അല്ല സത്യശീല, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പണ്ട് ഈ ഭാഷ ഉണ്ടാവുന്നതിന് മുമ്പുണ്ടല്ലോ, പണ്ട് ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത്. അപ്പൊ അതിന്റെ ഒരു മോഡേൺ വെർഷനാണ് നമ്മുടെ ഈ സ്റ്റിക്കറും ഇമോജികളും ഒക്കെ. അത്രേ ഉള്ളൂ. അപ്പൊ അതിന് അങ്ങനെ കാണണം. നിങ്ങൾ ഈ പഴഞ്ചൻ ചിന്താഗതി മാറിയിട്ട് പുതിയതായിട്ട് ചിന്തിക്കണം. അതായത് ഇനി ഭാഷ പഠിക്കണ്ട, ഭാഷ ഇനി പഠിക്കണ്ട, അതൊക്കെ പഴയതാണ് അല്ലേ? ഭാഷ എന്ന് പറഞ്ഞാല് സാഹിബ്, ഈ ഇപ്പൊ തിരക്കിട്ട ഈ ജീവിതത്തിനിടയിൽ എല്ലാവർക്കും ടൈപ്പ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. അപ്പൊ സമയം കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിക്കറോ ഒരു ഇമോജി അയച്ചു കഴിഞ്ഞാൽ അതിൽ കാര്യം മനസ്സിലാക്കാം. പക്ഷെ അതെന്താണ് അയക്കണേന്നുള്ളത് കിട്ടുന്ന ആളും അയക്കുന്ന ആളിനും ബോധം വേണം. ആ ബോധത്തോടു കൂടി വേണം അയക്കാൻ. അല്ല സാർ, ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഇത് ശരി. ഇപ്പൊ നമ്മള് വീട്ടില് നമ്മൾ ചോറ് ഞാൻ നിൽക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ആ കൂട്ടാൻ ഇഷ്ടമായില്ല, ഇപ്പൊ നമ്മള് പെണ്ണിനോട് പറയാ ഈ മീൻ കൂട്ടാക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ അതിനെന്താ ചെയ്യാ? ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞില്ലേ, പറച്ചില് തന്നെ അത് ഭയങ്കര ഇതായിട്ട് അവർക്ക് ഒരുപാട് വേദനിക്കും. അപ്പൊ അവര് വേദനിപ്പിക്കാതെ അതിനനുസരിച്ചുള്ള ഇമോജി ഉണ്ട് അതില്. ഇങ്ങനെ ഒരു ചെറിയ സാധനം ഉണ്ട്, ഈ സാധനം. നമ്മള് അതിടുമ്പോ അതിട്ടാ മതി, അവർക്ക് കാര്യം മനസ്സിലാവും. അല്ലാണ്ട് കൂട്ടാൻ ഉള്ളിൽ വേദനിക്കും. നിങ്ങൾ പറയുന്ന രീതി ഏതാണെന്ന് അറിയില്ലല്ലോ. ഈ അത് കൊള്ളാം, നല്ല രുചിയാണെന്ന് പറഞ്ഞാൽ അതിന് വേറെ സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനൊരു സാധനമുണ്ട്, അതിട്ട് കൊടുത്താൽ നല്ല കൂട്ടാനാണ്, നല്ല രുചിയുണ്ട്, എനിക്ക് ഇനിയും വേണം എന്നുള്ളത് അതാണ് അതിനകത്ത്. ഇതുപോലെ ഓരോന്നിനും ഓരോ സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോ ഇങ്ങനൊരു സാധനമുണ്ട്, തവളയുടെ പുറത്ത് സൈക്കിൾ കയറിയാൽ മതി. ഇതെന്താ സംഭവം എന്ന് അറിയാമോ? ഇത് ആശ്ചര്യം, അത്ഭുതം, അങ്ങനത്തെ ഒരു സാധനമാണ് ഇത്. ഇനിയിപ്പോ വേറെ സാധനമുണ്ട്. ഇതെന്താ? ഇപ്പൊ ആരെങ്കിലും മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അപകടം പറ്റിയെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതാണല്ലോ ഇടുന്നത്. ഇനി ഇതുപോലെ തന്നെ അപകടകാരികളായ സംഗതികളും ഇതിനകത്തുണ്ട്. ഇങ്ങനെ ഒരു സാധനമുണ്ട്. എന്തിനാ ഒന്നുമല്ല, അതായത് നമ്മളൊന്ന് ഇങ്ങനെ ആശ്ലേഷിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു. അത് ഞാനും ആദ്യം കുറച്ചൊക്കെ ഇങ്ങനെ അറിയാതെ കുറെ ഇട്ടപ്പോ എന്റെ ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കി അത് കൂടുതൽ ഇടണ്ടാന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അതെങ്ങനെ എനിക്ക് തിരിച്ചുള്ളത് ഈ സാധനം ഇതാണെന്നുള്ളത്. അപ്പൊ അതൊക്കെ അയക്കുമ്പോ അതിന്റെ കാര്യം ഉണ്ടെങ്കിൽ മാത്രം അയക്കുക, അല്ലാതെ അയച്ചാൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനിയിപ്പോ ഒരു ചെറിയ കാര്യം പറയാം. അപ്പൊ ആയിരിക്കുന്ന പുതിയ ദമ്പതികൾ അവര് പറഞ്ഞ മാതിരി ഒരു വർഷത്തെ നീണ്ട പ്രണയം ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. കൂടുതൽ ഇമോജീസ് ആണ് അവരെ അടുപ്പിച്ചത്, മെസ്സേജുകളും ഇമോജീസുകളും എന്താണ് ആക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അത് ഭർത്താവായിട്ട് പിണങ്ങിയിട്ട് അച്ഛൻ മോളെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാ വിചാരിച്ച്.
ഈ ഒരു വർഷത്തെ നീണ്ട പ്രണയം ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. കൂടുതൽ ഇമോജീസ് ആണ് അവരെ അടുപ്പിച്ചത്, മെസ്സേജുകൾ ഇമോജീസുകൾ അടുപ്പിച്ചത്. എന്താണ് ആക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ വന്നപ്പോ അത് ഭർത്താവായിട്ട് പിണങ്ങിട്ട് അച്ഛൻ മോളെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കാ വിചാരിച്ച്. ആ കൊച്ചിനിപ്പോ അദ്ദേഹം തന്നെ മതിയെന്നാ പറയണേ, ഏട്ടായി എന്ന് മതിയെന്നാണ്. പിന്നെ ഈ സംഗതികളൊക്കെ കൊള്ളാം. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ വേറൊരു വലിയ ദോഷമുണ്ട്. ഇപ്പൊ എന്താവശ്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് കുത്തിയിട്ട് ഈ ചിഹ്നങ്ങൾ അയച്ചുണ്ടല്ലോ, പരസ്പരം നേരിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുക പുതിയ തലമുറയ്ക്ക്. എന്തിനു പറയുന്ന പുതിയ ചെറുപ്പക്കാർ ഒരു ഇന്റർവ്യൂവിന് പോയി ഇരിക്കട്ടെ, അവിടെ ഇരുന്നിട്ട് മുഖം നോക്കിയിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ എങ്ങനെയായിരിക്കും ഫോണിൽ കൂടെ? പറ്റൂല. ഇന്റർവ്യൂവിന് ചോദ്യം ചോദിച്ചാലും സാറ് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു ദൂഷ്യമുണ്ട് ഇതിനകത്ത്. അത് നമുക്ക് വെക്കാൻ പറ്റില്ലല്ലോ, അത് സോഷ്യൽ മീഡിയ കയ്യിൽ. നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കാം, അത്രയും ചെയ്യാം. അല്ലെങ്കിൽ നല്ലപോലെ ഉപയോഗിക്കാം. അപ്പോ ഇതൊക്കെ ഈ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവര് തമ്മിൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. അവരെ എന്ത് പ്രശ്നം? അല്ല, ഇനി മേലില് പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നങ്ങളുടെ എല്ലാം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാരണം അവർക്ക് മനസ്സിലായോ? ആയല്ലോ? സംശയം ഉണ്ടോ? ഇല്ല. സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇല്ല സാറേ, ഇനി ശല്യം ഉണ്ടാവരുത്, അത്രേ ഉള്ളൂ. ഇനി ശല്യം ഉണ്ടാവരുത്. അത് ജീവനം ഉണ്ടാവില്ല. നിങ്ങൾ പോകും. എന്റെ പോവാ സാറായിരിക്കും. അതെ, ഇജ്ജ കൂടെ വന്നു. ഇജ്ജ പിടിക്കാണ്, ഇജ്ജ പിടക്ക്. സാറ് അവിടെ വെക്കാൻ പറഞ്ഞില്ലേ? ശരി കേട്ടോ, സ്ഥലായി. നീ കല്യാണം കഴിച്ചോടാ? കഴിച്ചിട്ടാ സാറേ. ഓ, അപ്പൊ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അമ്പലക്കാളകൾ നടക്കണം. അപ്പൊ നിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും. ആ പെങ്കൊച്ച് കല്യാണം കഴിച്ച് കുടുംബമായിട്ട് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അതിനല്ല നിനക്ക് തയ്ക്കണോടാ. ഞാനേ ഈ ചിഹ്നങ്ങളൊക്കെ മനസ്സിലായ? ഈ ചിഹ്നം നിനക്ക് സത്യം പറഞ്ഞാൽ എല്ലാം മനസ്സിലായിട്ടാ. ചെറിയത് മനസ്സിലായി. സാറിപ്പോ പറയുമ്പോ കുറച്ച് മനസ്സിലായി. എല്ലാ ലവും എല്ലാം മനസ്സിലായി. കാരണം ഞാൻ പൊളിക്കും. വേണ്ട സാറേ. ഒരു കാര്യം ചെയ്യും മോനെ, ഒരു 10 ദിവസം ഇവൻ ഇവിടെ സ്റ്റേഷനിൽ എന്നും വന്നിട്ട് ഈ ചിഹ്നങ്ങളെല്ലാം കൃത്യമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണവരെ വന്ന് പോയിക്കൊണ്ടിരിക്കും. 11ാമത്തെ ദിവസം നിനക്ക് ഒരു പരീക്ഷ ഉണ്ട്. ചിഹ്നങ്ങൾ വരും, എന്നിട്ട് അത് നീ കൃത്യമായിട്ട് എഴുതണം. ഞാൻ വോയിസ് അയച്ചു തരാം. വാട്സപ്പ്. ഒരു പേന പേപ്പർ എടുത്ത് കൊടുക്കും. നീ ഇവിടെ ഇരുന്നിട്ട് എല്ലാ ചിഹ്നങ്ങളും അതിന്റെ അർത്ഥങ്ങളും ഒരു 100 പ്രാവശ്യം എഴുതി കാണിച്ചിട്ട് പോയാൽ മതി.